ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നൊരു ചിന്ന വീഡിയോ ആയിട്ട് വന്നിരിക്കുക. നമ്മുടെ വെഹിക്കിൾസിൽ കീ ഉണ്ട്. ഇപ്പോൾ എല്ലാവരും കൂടുതലും കീലെസ് വെഹിക്കിൾസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ കീയുടെ ബാറ്ററി ചാർജ് ഇറങ്ങിപ്പോയിട്ട് നമുക്ക് ബാറ്ററി ഇടേണ്ട ഒരു ഇഷ്യൂ ഉണ്ട്. ഇവിടെ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന സ്കോഡയുടെ ഒരു വെഹിക്കിളാണ്, സ്കോഡ സ്ലാവിയാണ്. അപ്പോൾ അതിൻ്റെ കീയിൽ നമ്മൾ എങ്ങനെയാണ് സെല്ല് റീപ്ലേസ് ചെയ്യുന്നത് അത് നോക്കാം. ഈ ഒരു സെല്ലാണ്, ഇതിൻ്റെ ഇപ്പോൾ ഒരു 2025 എന്ന് പറഞ്ഞൊരു മോഡൽ സെല്ലാണ് എൻ്റെ ഒരു കീക്ക് സപ്പോർട്ടിംഗ് ആയിട്ട് വരുന്നത്. അത് ജസ്റ്റ് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും, അല്ലെങ്കിൽ യൂട്യൂബിൽ നോക്കി കഴിഞ്ഞാൽ ഏതാ മോഡൽ നമ്പർ എന്ന് അറിയാൻ പറ്റും. ഓൺലൈനും എടുക്കാൻ പറ്റും. പിന്നെ സെൽസിൻ്റെ ഷോപ്പിൽ നമുക്ക് ബാറ്ററി അല്ലെങ്കിൽ വാച്ച് ഷോപ്പിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. അതെങ്ങനെ എടുക്കുക. ഈ ഒരു കീയുടെ എങ്ങനെ റീപ്ലേസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഓരോ കീക്ക് ഓരോ ടാക്ടിക്സ് ഉണ്ടാവും. കറക്റ്റ് ആ രീതിയിൽ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ കീ ഡാമേജ് ആവാനും സെല്ല് ഇടുന്ന ആ ഒരു ഭാഗം നമുക്ക് റീയൂസബിൾ ആയിരിക്കില്ല. നല്ല എക്സ്പെൻസ് വരുന്നുണ്ട് ഒരു കീക്ക്. ഒരു 5,000 to 10,000 വരെ, ഈവൻ 20,000 വരെ കോസ്റ്റ് വരുന്ന കീസ് ഉണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധിക്കുക. ഇതിൻ്റെ കുറേ വീഡിയോസ് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഉണ്ട്. അപ്പോൾ മലയാളത്തിൽ ഒരു വീഡിയോ ഞാൻ കണ്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒരു മലയാളം ലാംഗ്വേജിൽ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചാണ് ഈ ഒരു വീഡിയോ നമ്മളിവിടെ അപ്ലോഡ് ചെയ്യുന്നത്. ആവശ്യമുള്ള ആൾക്കാർ ഇത് റെഫറൻസിന് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും കറക്ഷൻസോ എന്തെങ്കിലും നിങ്ങളുടെ സൈഡിൽ നിന്ന് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറയാം. കീയുടെ ഈ ഒരു ഇപ്പോൾ ടച്ച് ചെയ്തൊരു പാർട്ടാണ് നമുക്ക് മേലോട്ട് പുള്ള് ചെയ്യേണ്ടത്. അത് നമ്മൾ ആദ്യം ചെയ്യേണ്ട കീ അൺലോക്ക് ചെയ്യുക. മീൻസ് കീ വെച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. കീ അൺലോക്ക് ചെയ്ത് വെക്കുക. അൺലോക്ക് ചെയ്ത ശേഷം നമ്മൾ ചെറിയ രീതിയിലൊരു സപ്പോർട്ട് കൊടുക്കണം. അതായത് ജസ്റ്റ് ഒന്ന് പുള്ള് ചെയ്യണം ആ ഒരു പാർട്ട് മാത്രം. അങ്ങനെ പുള്ള് ചെയ്യുമ്പോഴാണ് ആ ഒരു പാർട്ട് മുകളിലേക്ക് ചെറുതായിട്ട് ഓപ്പണായി വരിക. ഇതൊരു ക്ലിപ്പിൽ ലോക്കായിട്ടാണ് ഇരിക്കുന്നത്. ആ ക്ലിപ്പ് വിട്ട് ഇവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാം, ചെറിയൊരു ക്ലിപ്പുണ്ട്. ആ ക്ലിപ്പിൽ ലോക്കായിട്ടാണ് ഇരിക്കുന്നത്. ആ ക്ലിപ്പ് മാറി ഇത് ഫുള്ളായിട്ട് എക്സ്പാൻഡായി വരണം. മീൻസ് ഡിറ്റാച്ച് ആവണം ആ ലോക്കിൽ നിന്ന്. ഡിറ്റാച്ച് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസിയാണ്, ജസ്റ്റ് അത് എടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഡിറ്റാച്ച് ചെയ്തിട്ട് രണ്ടാമത് പ്രസ് ചെയ്തു. ആ ഡിറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു സെല്ല് വളരെ മൈന്യൂട്ടായിട്ട്, മീൻസ് ഈ സെല്ല് ഒരു കണക്ടർ, ഒരു മെറ്റൽ കണക്ടറായിട്ട് കണക്ട് ചെയ്താണ് എനർജി പാസ്സാവുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പുള്ള് ചെയ്യാൻ മുകളിലേക്ക്, ഇവിടെ കാണിക്കുന്ന പോലെ ഒന്ന് പുള്ള് ചെയ്യുക. പുള്ള് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊന്ന് ഡിറ്റാച്ച് ആവും. അത് ഒത്തിരി നമുക്ക് പവർ കൊടുക്കേണ്ട, ജസ്റ്റ് ഒരു ടെക്നിക്കൽ പുള്ളാണ്. ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ മുകളിലേക്ക് ഡിറ്റാച്ചായി. ഒരു സൈഡിൽ ലോക്കറ്റ് ചെറുതായിട്ട് ഡിറ്റാച്ച് ആയിട്ടുണ്ട്. ഡിറ്റാച്ച് ആയതിനു ശേഷം ചെറുതായിട്ട് ആ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ പ്രഷർ അപ്ലൈ ചെയ്യുക. പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ട് ഓപ്പണായി വരും. അത് കുറച്ച് ശ്രദ്ധിച്ച് നമ്മൾ ഫുൾ ഇതിൽ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ആ ഒരു ക്ലിപ്പുണ്ട്, ലോക്കാവുന്ന ക്ലിപ്പ് ഒടിയാൻ സാധ്യത. ഒടിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഇടാൻ പറ്റില്ല. അവിടെ സ്റ്റക്കായിട്ട് നിൽക്കില്ല, ടൈറ്റായിട്ട് നിൽക്കില്ല, അത് ലൂസാവും. പിന്നെ നമുക്ക് ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ അത് ഇടയ്ക്കിടയ്ക്ക് ഊരിപ്പോകാനുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഡിറ്റാച്ച് ആയതിനു ശേഷം ആ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ പ്രഷർ അപ്ലൈ ചെയ്ത് ഇതൊന്ന് അഴിച്ചെടുക്കുക. ഇപ്പോൾ ഓൾമോസ്റ്റ് ഹാഫ് ഡിറ്റാച്ച് ആയിട്ടുണ്ട്. സൈഡിൽ 2 ക്ലിപ്പാണ് വരുന്നത്, ഒരു സൈഡിലും മറ്റേ സൈഡിലെ ക്ലിപ്പും കൂടെ മെല്ലെ ഒന്ന് ഡിറ്റാച്ച് ചെയ്യുക. ഡിറ്റാച്ച് ചെയ്തിട്ട് നിങ്ങളിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അത് ഓപ്പണായി വരും. ഇതിപ്പോൾ കംപ്ലീറ്റായിട്ട് ഡിറ്റാച്ച് ആയിട്ടുണ്ട്. ജസ്റ്റ് ആ ഒരു സൈഡിലെ ക്ലിപ്പും കൂടെ ഉണ്ട്. ആ ക്ലിപ്പിൻ്റെ ബലത്തിലാണ് നിൽക്കുന്നത്. ആ ക്ലിപ്പോട് ഒരു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇത് എടുക്കാൻ പറ്റും. കുറച്ച് ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. ഇത് ചെയ്ത് കറക്റ്റ് അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിയറസ്റ്റ് വാച്ച് റിപ്പയർ ഷോപ്പിലോ അവിടെ കൊടുത്ത് എടുക്കുന്നതായിരിക്കും ബെറ്റർ. ആ ഒരു കോൺഫിഡൻസ് കുറവുണ്ടെങ്കിൽ. കാരണം ഇത് ഒടിക്കണ്ട, ജസ്റ്റ് അവരുടെ മുമ്പിൽ നിന്ന് ഒരുക്കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് അഴിക്കാൻ പറ്റും. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ആ ഒരു സെല്ലുണ്ടാവും. സെല്ല് എടുക്കുന്നത് കൈവച്ച് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഒരു പോയിൻ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മെറ്റീരിയൽ, നെയിൽ കട്ടറിൻ്റെ ആ ഒരു ഓപ്പണർ ഉണ്ടെങ്കിൽ അതോ, അല്ലെങ്കിൽ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള സിസേഴ്സ് ഉണ്ടെങ്കിൽ അതോ യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് പുള്ള് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു സ്പ്രിങ് ആക്ഷനിലാണ് നിൽക്കുന്നത്. അത് മുകളിലോട്ട് ഇത് ഊരിപ്പോരും. തിരിച്ച് നമുക്ക് പുതിയൊരു സെല്ല് അവിടെ ഇട്ട് കൊടുക്കാം. അതേ ഉള്ളൂ. വളരെ നിസ്സാരമാണ്, പക്ഷേ കുറച്ച് മൈന്യൂട്ട് ഹാൻഡിൽ. ഒരു ഹോൾ ഉണ്ടാവും ആ സൈഡിൽ. ആ ഹോളിൽ ജസ്റ്റ് ഒന്ന് ഇട്ടാൽ മതി. ഇട്ട് പുള്ള് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പം തെറിച്ച് പോയി. കാണാൻ പോലും പറ്റില്ല. ടപ്പയെന്ന് പറഞ്ഞ് വെടിയുണ്ട പോകുന്ന പോലെയാണ് തെറിച്ച് പോയത്. അപ്പോൾ പുതിയ സെല്ല് എടുക്കുക. ആ ഒരു പർട്ടിക്കുലർ ആംഗിളിൽ ഒരു സൈഡിലേക്ക് പുഷ് ചെയ്യുക, എന്നിട്ട് പ്രസ് ചെയ്യുക. പരിപാടി കഴിയും. ആ പ്രസ്സിങ് കറക്റ്റ് ആണെങ്കിൽ അത് ഡിറ്റാച്ചായി നമുക്ക് കീ തിരിച്ച് ഇതിലേക്ക് ഇടാം. അതിൻ്റെ ബട്ടൺ ജസ്റ്റ് ആ ഒരു വെട്ടുള്ള ഭാഗം ഫസ്റ്റ് ഇൻസേർട്ട് ചെയ്യുക. അകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത ശേഷം ജസ്റ്റ് പ്രസ് ചെയ്യുക. ആ 2 ലോക്സിലും ജെൻറ്റിൽ പ്രസ് വിത്ത് യുവർ തമ്പ്. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞ് വീണ്ടും ലോക്ക് ഇൻസേർട്ടായി. ജസ്റ്റ് ഒരു സേഫ്റ്റി ലോക്കിംഗ് മെക്കാനിസമാണ്. ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈസിയാണ്. പിന്നെ നമുക്ക് വർക്കിംഗ് ആണോ നോക്കാൻ ജസ്റ്റ് നിങ്ങൾ ഏതെങ്കിലും ഒരു കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഫ്ലാഷ് ഇതുണ്ട്, LED ഉണ്ട്. ആ റെഡ് LED ഫ്ലാഷ് ചെയ്തുണ്ടെങ്കിൽ കറക്റ്റായിട്ടാണ് സെല്ല് ഇട്ടിരിക്കുന്നത്, വർക്കിംഗ് ആണ്. പിന്നെ വണ്ടിയും ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തോ ക്ലോസ് ചെയ്തോ നോക്കാം. അപ്പോൾ താങ്ക് യു, ബൈ ബൈ. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദി. ഫസ്റ്റ് ടൈമാണ് ചാനൽ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ്സ് ഉറപ്പായിട്ടും ഇടുക.